എങ്ങനെയുണ്ടായി ബർത്ത്ഡേ സർപ്രൈസ്? കണ്ട ഗൈസ്, ഇതാണ് സർപ്രൈസ് കൊടുക്കാൻ പാടില്ല. സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഷിയുടെ ഫേവറേറ്റ് കേക്ക് ഞാൻ ആദ്യമായിട്ട് ബേക്ക് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് റെസിപ്പി നോക്കിയാലോ? ഇത് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെഷർമെന്റ്സും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ആദ്യം തന്നെ നമുക്ക് സ്പഞ്ച് ഉണ്ടാക്കാം. അതിനായിട്ട് ആ മുട്ടയുടെ വെള്ളം മാത്രം എടുത്ത് മീഡിയത്തിലിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തത് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് പകുതി പഞ്ചസാര ഇട്ട് കൊടുത്ത് മീഡിയത്തിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെയും പകുതി പഞ്ചസാര ഇട്ട് മീഡിയത്തിലിട്ട് പിന്നെ ബീറ്റ് ചെയ്യാം. അടുത്തത് നമുക്ക് മുട്ടയുടെ മഞ്ഞ ഇട്ട് കൊടുക്കാം. അതും പകുതി ഇട്ട് കൊടുത്ത് മീഡിയത്തിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വാനില എസൻസും നമ്മൾ അരിച്ചെടുത്ത് വെച്ചേക്കുന്ന മൈദപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടെടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വിസ്ക് കൊണ്ടോ സ്പാച്ചുലോ കൊണ്ടോ നമ്മുടെ ബാറ്റർ പയ്യെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബേക്കിംഗ് ടിന്നിലോട്ട് മാറ്റാം. ഇനി എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓവനിലോട്ടോ ഓവനില്ലാത്ത ഒരു കുക്കറിലോ അല്ലെങ്കിൽ ഇടിയപ്പ ചെമ്പിലോട്ടോ മാറ്റാം. ഒരു 20 to 30 മിനിറ്റ്സിൽ സ്പഞ്ച് റെഡിയാവും. ചൂടാറിയതിന് ശേഷം മാത്രം ടിന്നിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ കേക്കിന് ഒരു ഫ്ലേവർ ഉണ്ടാക്കാം. ഞാൻ ബട്ടർ സ്കോച്ച് ആണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് പീനട്ട്സ് ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തത്. ഇനി ഇതൊന്ന് ചൂടാറാൻ വെച്ചിട്ട് വേണം അടുത്ത പണി ചെയ്യാൻ. വേറൊന്നുമല്ല, ഷുഗർ സിറപ്പ് ഉണ്ടാക്കല്ലേ. ഇനി നമ്മൾ ചൂടാറിയ ആ പീനട്ട്സ് ഇല്ലേ, ഒന്നെങ്കിൽ അത് ഇടിക്കല്ലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യും. അത് വലിയ പണിയൊന്നുമല്ല, മീഡിയം സ്പീഡിലിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ലാസ്റ്റ് പരിപാടിയാണ് കേക്ക് സെറ്റ് ചെയ്യൽ. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പഞ്ച് രണ്ടായിട്ടോ 3ആയിട്ടോ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് ഫസ്റ്റ് പോർഷൻ എടുത്ത് വെക്കുക. നല്ലോണം ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ച് ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്നില്ലേ, അതായത് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ആ പീനട്ട്, കാരമലൈസ്ഡ് പീനട്ടിൻ്റെ ആ പീസസ് ഇട്ട് കൊടുക്കുക. അതൊന്ന് കവർ ചെയ്യുക. അടുത്ത പീസ് വെക്കുക. ഇനി അടുത്ത പരിപാടി കേക്ക് ഡെക്കറേഷൻ ആണ്. അപ്പോൾ അത് ഞാൻ ചെയ്തത് എനിക്ക് കാണിക്കാൻ പറ്റില്ല, വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. ഞാൻ ചെയ്തത് വേറെ ഒന്നുമല്ല, വിപ്പിംഗ് ക്രീം കൊണ്ട് ഫുള്ള് കവർ ചെയ്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന പീനട്ടിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. അത്രയാണ് ഞാൻ ചെയ്തോളൂ. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പറും വെച്ച് കൊടുത്തു. അതോടുകൂടി എൻ്റെ സർപ്രൈസ് കേക്ക് റെഡിയായി. ബർത്ത്ഡേ ബോയ്, ബർത്ത്ഡേ ടു യു. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അത്രേ ഉള്ളൂ. ബൈ ബൈ.